സങ്കീർത്തനങ്ങൾ അധ്യായം 50. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവങ്ങളുടെ ദൈവമായ കർത്താവ് സംസാരിച്ചു. സൂര്യോദയം മുതൽ അതിന്റെ അസ്തമനം വരെയും ഭൂമിയെ വിളിച്ചു. ദൈവം സഹിയോനിൽ നിന്ന് മഹത്വമുള്ള കിരീടം കാണിച്ചു. നമ്മുടെ ദൈവം വരും, മൗനമായിരിക്കയില്ല. തിരുസന്നിധിയിൽ അഗ്നി ദഹിപ്പിക്കുകയും തന്റെ ചുറ്റും എത്രയും ജ്വലിക്കുകയും ചെയ്യും. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് താൻ മേൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കും. ബലി കൊണ്ട് തന്റെ ഉഭയസമ്മതത്തെ സ്ഥിരപ്പെടുത്തുന്ന വിശുദ്ധന്മാരെ തന്റെ അടുക്കൽ ഒന്നിച്ചുകൂടുവിൻ. സ്വർഗങ്ങൾ തന്റെ നീതിയെ അറിയിക്കും. എന്തെന്നാൽ ദൈവം ന്യായാധിപതിയാകുന്നു. എന്റെ ജനമേ, കേൾക്കാൻ ഞാൻ നിന്നോട് സംസാരിക്കും. ഇസ്രായേലേ, ഞാൻ നിന്നെ കുറിച്ച് സാക്ഷിക്കും. നിന്റെ ദൈവം ഞാനാകുന്നു. നിന്റെ ബലികളെ കുറിച്ചും നിന്റെ ഹോമബലികളെ കുറിച്ചും അല്ലയോ ഞാൻ നിന്നെ ശാസിക്കുന്നത്. അവയെല്ലായ്പ്പോഴും എനിക്കെതിരാകുന്നു. നിന്റെ ഭവനത്തിൽ നിന്ന് കാളകളെയോ നിന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് മുട്ടാടുകളെയോ ഞാൻ അംഗീകരിക്കയില്ല. എന്തെന്നാൽ സകല കാട്ടുമൃഗവും പർവ്വതങ്ങളിലെ മൃഗങ്ങളും കാളകളും എനിക്കുള്ളവയാകുന്നു. ആകാശത്തിലെ പക്ഷികളെ എല്ലാം ഞാൻ അറിയുന്നു. കാട്ടുമൃഗവും എനിക്കുള്ളതാകുന്നു. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഭൂതലവും അതിന്റെ പരിപൂർണതയും എനിക്കുള്ളതാകുന്നു. ഞാൻ കാട്ടുപോത്തുകളുടെ മാംസം ഭക്ഷിക്കയില്ല, മുട്ടാടുകളുടെ രക്തം പാനം ചെയ്യുകയുമില്ല. ദൈവത്തിന് സ്തോത്രബലി അർപ്പിച്ച അത്യുന്നതിന് നിന്റെ നേർച്ചകളെ കഴിക്കാം. അനർത്ഥനാളിൽ എന്നെ വിളിക്കാം. ഞാൻ നിന്നെ ബലപ്പെടുത്തും. നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദൈവം പാപിയോട് അരുളി ചെയ്യുന്നു, നിനക്ക് എന്റെ കൽപ്പന പുസ്തകങ്ങളോട് എന്ത് കാര്യം? എന്തെന്നാൽ എന്റെ ഉടമ്പടിയെ നിന്റെ വായിൽ നീ എടുത്തു, എന്റെ ഉപദേശത്തെ നീ വെറുത്തു. എന്റെ വചനങ്ങളെ നിന്റെ പിറകിലേക്ക് എറിഞ്ഞു കളഞ്ഞു. നീ ഒരു കള്ളനെ കണ്ടാൽ അവനെ അനുഗമിക്കുകയും വ്യഭിചാരിയോടുകൂടി ഓഹരിക്കാരനാകുകയും നിന്റെ വായ് ദോഷം സംസാരിക്കുകയും നിന്റെ നാവ് വഞ്ചന പറയുകയും നീ ഇരുന്ന് നിന്റെ സഹോദരനെ കുറിച്ച് ദുരാലോചന ചെയ്യുകയും നിന്റെ മാതൃ സുതനെ പരിഹസിക്കുകയും ചെയ്യുന്നു. നീ ഇവയെല്ലാം ചെയ്തിട്ടും ഞാൻ നിന്നോട് മൗനമായിരിക്കുന്നു. വഞ്ചക, ഞാൻ നിന്നെ പോലെ ആയിരിക്കുമെന്ന് നീ വിചാരിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണുകൾക്ക് നേരെ അവയെ നിരത്തി വയ്ക്കും. ദൈവത്തെ മറയ്ക്കുന്നവരെ താൻ നിങ്ങളെ തകർത്തു കളയുകയും രക്ഷകനില്ലാതെ വരികയും ചെയ്യാതിരിപ്പാനായിട്ട് ഇതിനെ ഗ്രഹിച്ചുകൊള്ളുവിൻ. സ്തോത്രബലി കഴിക്കുന്നവൻ എന്നെ സ്തുതിക്കും. ഞാൻ അവന് അവിടെ നമ്മുടെ ദൈവത്തിന്റെ രക്ഷാവഴിയെ കാണിക്കുകയും ചെയ്യും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.